we get what we wish for, because ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വെക്കേഷൻ വ്ലോഗാണ്. ഇവിടെ ഇപ്പോൾ മകരസംക്രാന്തി വെക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാട്ടിൽ പോകാമെന്ന്. കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാലും നാട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തിറങ്ങി. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അതുപോലെ ഹസ്ബൻഡ് സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. അങ്ങനെ കുറച്ച് ദിവസം നല്ലൊരു ക്വാളിറ്റി ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊന്നൂസാണെങ്കിൽ നാട്ടിൽ ഉത്സവമായതുകൊണ്ട് ആനയും പൂരവും പിന്നെ കുറേ ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആലോചിച്ചിരുന്ന് അതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ട് റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഫുൾ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഫ്ലവേഴ്സും നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബോർഡിംഗ് പാസ് കിട്ടി. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു എയർപോർട്ടിൽ. പൊന്നുകുട്ടൻസ് ഫുൾ ആക്റ്റീവായിരുന്നു, ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല കളിയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു.
ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ന്യൂ ഇയർ റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു തീം വെച്ചിട്ട് നല്ലൊരു ഡെക്കറേഷൻ, നല്ലൊരു വർക്ക് എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ, ലൈറ്റ്സൊക്കെ ആയിട്ട്. പൊന്നുകുട്ടനും ഭയങ്കര ഇഷ്ടമായി അത്. അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ടേക്ക് ഓഫിനുള്ള ടൈമായി. പൊന്നൂട്ടൻസ് ഉറക്കമൊന്നുമില്ല, ആളിപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ പുറത്തുള്ള സൈറ്റ്സൊക്കെ നോക്കി ഫുള്ള് ലൈറ്റ്സൊക്കെ ആണല്ലോ, അപ്പോൾ അതൊക്കെ കണ്ട് ആൾ നല്ല ഉഷാറായിട്ടിരിക്കുകയാണ്. नमस्कार, अपनी यात्रा को शीघ्र शुरू करने के लिए आप अपने बड़े बैग्स को ऊपर वाले ओवरहेड और छोटे बैग्स को सामने वाली सीट के नीचे रखें। कृपया अपनी सीट पर बैठ जाएं और प्रस्थान के लिए आगे को खाली रखें। धन्यवाद। Welcome to Indigo. We would love to take off with you at the earliest. To help us get there, please keep your large bags in the overhead bin above and small bags under the seat in front. ഫ്ലൈറ്റ് ഇതേ ലാൻഡ് ചെയ്തു. പൊന്നുകുട്ടൻസ് ഇപ്പോഴും അമ്മയുടെ കൂടെ ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീൽസ് ഓൺ ദ ബസ്സൊക്കെ പാട്ടൊക്കെ പാടി ആക്ഷൻ സോങ് പോലെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും പൊന്നുകുട്ടൻസും കൂടെ. നടക്കാൻ ആൾക്ക് ഇടയ്ക്ക് മടിയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഓടി കളിക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നടക്കണം എന്ന് പറയുക വാശിയാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല.
ഫൈനലി കൊച്ചി എത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ മറന്നുപോയി, ആകെ ടയേർഡായി. പിന്നെ പൊന്നൂട്ടൻസ് ആണെങ്കിൽ അപ്പൂപ്പൻ്റെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ തിരുവല്ലയ്ക്ക് പോവാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അവിടെ വെക്കേഷന് ചേച്ചി വന്നിട്ടുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നൂട്ടൻസ് അവരുടെ കൂടെ കളിക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ച ആയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ കയറി. കണ്ണേട്ടൻ രാത്രിയും ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ രാവിലെയും തിരുവല്ലയ്ക്ക് ഡ്രൈവൊക്കെ ചെയ്ത് ആകെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുകയാണ്. വീട്ടിലെത്തി പൊന്നൂട്ടനെ കളിക്കാനൊക്കെ കൂട്ടുകിട്ടി. ഋഷിച്ചേട്ടനും കാശിച്ചേട്ടൻ്റെ ഒക്കെ കൂടെ പൊന്നൂസിൻ്റെ കുഞ്ഞിച്ചേട്ടന്മാരുടെ കൂടെ നല്ല തകർത്ത് കളിയാണ്. അതിനിടയിൽ ചേച്ചി പൊന്നൂട്ടൻസ് ചോദിക്കുമ്പോൾ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് പതിവ് പോലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരുന്നൊക്കെ ഉള്ളൂ. എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. പിള്ളേർ രാവിലെ തന്നെ ചെറുതായിട്ട് കളിയൊക്കെ തുടങ്ങി, അതുപോലെ ടി വി ഒക്കെ കണ്ട് കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ്.
പിന്നെ ഞങ്ങൾ എല്ലാവരും ഉള്ള കാരണം ഞങ്ങൾ കസിൻസിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോയി. പിന്നെ ചെറിയൊരു ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല, അതിനിടയിൽ വിട്ടുപോയി. കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എറണാകുളത്തേക്ക് വന്നു. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. ഭയങ്കര ആഘോഷമാണ്. 10 ദിവസത്തെ ഉത്സവമാണ്. ശിവനും പാർവതിയുമാണ് മെയിൻ. അപ്പോൾ ഭയങ്കര ഉത്സവമാണ്. ധനുമാസത്തിലെ തിരുവാതിരയാണ്. ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ 5 ആനയൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നൂട്ടൻസിന് ആന, പൂരം, ചെണ്ട, അതുപോലെ ഇങ്ങനെ പഞ്ചവാദ്യമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലം നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ലൈറ്റ്സാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒക്കെ ഫുൾ ലൈറ്റ്സൊക്കെ വെച്ച് അലങ്കരിച്ച് ഫുള്ള് ദീപങ്ങളൊക്കെ കത്തിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നല്ല തിരക്കുമുണ്ട്. പിന്നെ കുറേ പെട്ടിക്കടകളൊക്കെ വന്നിട്ടുണ്ട്. പുനൂനാണെങ്കിൽ എന്തൊക്കെയാണ് വാങ്ങണ്ടേന്ന് അറിയില്ല. കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. വണ്ടികൾ വാങ്ങണോ, ബലൂൺ വാങ്ങണോ, ഇങ്ങനെ ആൾ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഇനി 8ാം ഉത്സവമാണ് ഇന്ന്. അപ്പോൾ 8ാം ഉത്സവത്തിൻ്റെ അന്ന് ദീപാരാധന കഴിഞ്ഞിട്ട് പാർവതിയുടെ നടയ്ക്ക് പെൺകുട്ടികളും അതുപോലെ അങ്ങനെ താല്പര്യമുള്ള എല്ലാവരും കൂടെ കൂടി വലിയൊരു വട്ടത്തിൽ നിന്ന് ഒരു തിരുവാതിരയുണ്ട്. അതൊരു ചടങ്ങ് പോലെ ഞങ്ങളെല്ലാവരും ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റെപ്സൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ പാട്ട് വയ്ക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് തിരുവാതിരയിലെ കോമൺ സ്റ്റെപ്സ് അങ്ങനെ എല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഞാൻ പറ്റുന്ന എല്ലാ വർഷങ്ങളും ഇതിലൊക്കെ കൂടാറുണ്ട്. അങ്ങനെ ഇത്തവണയും അങ്ങനെ ഞങ്ങൾ തിരുവാതിര എല്ലാം കളിച്ചു. തിരുവാതിര കളി കഴിഞ്ഞിട്ട് ഇന്നത്തെ കലാപരിപാടി ശരിക്കും പടയണിയാണ്. എല്ലാ ദിവസവും ദീപാരാധന ഒരു 7 മണിയാകുമ്പോൾ കഴിയും. ഒരു 6 മണി തൊട്ട് 7 മണി വരെ ദീപാരാധനയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം എല്ലാ ദിവസവും ഒരു 7 മണിക്ക് കലാപരിപാടികളുണ്ടാവും. ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, അതുപോലെ ഭക്തിഗാനം, തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, അങ്ങനെ ക്ഷേത്രകലകൾ അല്ലാതെ ഉള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് 8ാം ഉത്സവത്തിന് ഇന്നിപ്പോൾ ഈ തിരുവാതിരക്കളി കഴിഞ്ഞിട്ട് പടയണിയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇവിടെ പടയണി വരുന്നത്, അവതരിപ്പിക്കാൻ പോകുന്നത്. കൂടുതൽ ഇത് വടക്കോട്ട് മീൻസ് കണ്ണൂർ, കാസർഗോഡ് ആ ജില്ലകളിലാണ് കൂടുതൽ നമ്മൾ പടയണിയൊക്കെ കണ്ടുവരുന്നത്. തെയ്യം, പടയണി അതൊക്കെ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. എല്ലാവരും ഇത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കസേരയൊന്നും കിട്ടില്ല, ആ അവസ്ഥയിലാണ്. നല്ല തിരക്കാണ്. എനിക്ക് ഒരുപാട് സമയവും എടുക്കും. അപ്പോൾ ഇവിടെ തീയൊക്കെ വെച്ച് തുടങ്ങി. ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ പടയണി ഈ ചെയ്യുന്ന ആൾ ഈ തീയിലൂടെ മീൻസ് തീക്കനലിലൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പടയണി അങ്ങനെ വിചാരിച്ച പോലെ ഫുള്ള് കാണാൻ പറ്റിയില്ല. കാരണം അത് ഒത്തിരി സമയം എടുക്കും. കഴിയുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും. ആ ഒരു സമയമാകുമ്പോഴേ കഴിയുള്ളൂ. അപ്പം അതുവരെ പൊന്നൂട്ടൻസിനെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളപ്പോൾ ബജിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെന്താ ഐസ്ക്രീം കഴിക്കുകയാണ്. പൊന്നൂട്ടൻസിന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിക്കടയിലേക്ക് വന്നു. രാത്രി ഞങ്ങൾ ബലൂണ് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു പൊന്നൂന്. എന്നാലും ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര പൊടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പകൽ എപ്പോഴെങ്കിലും വരാം, അപ്പം അത്രയും തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പകൽ പെട്ടിക്കടയിൽ വന്നേക്കാണ്. പൊന്നുകുട്ടനെ കളിപ്പാട്ടങ്ങളോ വണ്ടികൾ അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട്. JCB, ടിപ്പർ,
പോലീസ് വണ്ടി, പിന്നെ ആംബുലൻസ്, ഇതൊക്കെയാണ് ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. ഇതൊക്കെ പെൺകിടയിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പകൽ വന്നേക്കാണ്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ആന കുളിച്ചിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ പുനൂന് ഒത്തിരി സന്തോഷമായി. ഒന്നുകൂടെ ആനയൊക്കെ ഇതുപോലെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് പോകുന്നത് കാണാൻ. പിന്നെ വീട്ടിൽ വന്ന് എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പൊന്നൂട്ടൻസ് ആണെങ്കിൽ ഇപ്പോൾ ഫ്രഷായിട്ട് കിട്ടിയ കളിപ്പാട്ടൊക്കെ വെച്ചിരുന്ന് കളിയിലാണ്. പിന്നെ അതിനിടയിൽ ചെണ്ട കിട്ടി, ചെണ്ട വാങ്ങിയിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്ന് ചെണ്ട കൊട്ടാണ് വേറൊരു വിനോദം. പിന്നെ എൻ്റെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പടക് നടക്കലാണ് പൊന്നൂട്ടൻസിൻ്റെ മെയിൻ ഹോബി. ഇവിടെ വീട്ടിൽ വന്ന അപ്പം അപ്പൂപ്പൻ ഈ ഉത്സവം പ്രമാണിച്ച് അച്ഛനിങ്ങനെ നിറച്ച് ലൈറ്റൊക്കെ വീട്ടിൽ ഈ ചെടിയുമൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ അതൊക്കെ എടുത്ത് മാറ്റാണ്. അപ്പോൾ ചെറിയ സ്റ്റെപ്പ് ലാഡറൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ അഴിച്ച് മാറ്റാണ്. അപ്പോൾ പൊന്നും അതിൻ്റെ കൂടെ പൊന്നൂനും ലൈറ്റൊക്കെ അഴിച്ച് മാറ്റണം. പൊന്നൂനും സ്റ്റെപ്പ് ലാഡറിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ആൾ. പിന്നെ ഞാനിതിൽ വേറെ കുറച്ചൊരു വീഡിയോ ക്ലിപ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് ധനുമാസത്തിൽ തിരുവാതിരയുടെ അന്നാണ്. അതിന് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ ഞങ്ങൾ ആ വർഷം കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തിരുവാതിര ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് തിരുവാതിര കളിക്കും. പിന്നെ അതിൻ്റേതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ ഇത്തവണ ശ്രീലക്ഷ്മിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ പൂത്തിരുവാതിരയായിരുന്നു ഇത്തവണ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ തിരുവാതിര കളിച്ചതും പൂത്തിരുവാതിരയുടെ നടത്തിയ ചടങ്ങുകളും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പൂത്തിരുവാതിര ധനുമാസത്തിലെ തിരുവോണം നക്ഷത്രം തൊട്ട് തിരുവാതിര വരെ 12 ദിവസമാണ്. ശരിക്കും 12 ദിവസത്തെ ഒരു ചടങ്ങാണ്. അതിൽ ലാസ്റ്റ് തിരുവാതിരയ്ക്ക് മുമ്പുള്ള മകീരം തിരുവാതിര ലാസ്റ്റ് 2 ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മകീരം തിരുവാതിരയും നമ്മൾ നോമ്പെടുക്കും, അരിയാഹാരം കഴിക്കാൻ പാടില്ല. മകീരം നമ്മൾ മക്കൾക്ക് വേണ്ടി എടുക്കുന്ന നോമ്പും, തിരുവാതിര കല്യാണം കഴിച്ചെടുത്ത് ഭർത്താക്കന്മാർക്ക് വേണ്ടി എടുക്കുന്നതും, പിന്നെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി എടുക്കുന്ന നോമ്പ്, അങ്ങനെയൊക്കെയാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ട്രഡീഷൻ, നമ്മളുടെ ഒരു കൾച്ചറാണ്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും കൂടി തിരുവാതിര കളിക്കുക, അതുപോലെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഒത്തുകൂടൽ, എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു രസം, അങ്ങനെയൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നും പറയാം. അപ്പോൾ മകീരത്തിൻ്റെ അന്ന് രാത്രി 12 മണി വരെ, അതായത് ഞങ്ങളൊരു 9 മണി 9:30 ആയപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കൂടെ കൂടി തിരുവാതിരയൊക്കെ കളിച്ചു തുടങ്ങി. അതിനു മുമ്പ് 8ാമത്തെ ദിവസം ഞങ്ങൾ എട്ടങ്ങാടിയൊക്കെ വെച്ച് കഴിച്ചിരുന്നു. അതിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മകീരത്തിൻ്റെ അന്ന് ഒരു 9:30 ആയപ്പോൾ എല്ലാവരും കൂടെ കൂടി തിരുവാതിരയൊക്കെ കളിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ തിരുവാതിര ആ ഒരു ഓർഡറിൽ തന്നെ, അതായത് ഗണപതി പാടി, പിന്നെ സരസ്വതി, പിന്നെ പദം, പിന്നെ ഒരു സ്വയംവരത്തിൻ്റെ ഒരു പാട്ട്, പിന്നെ കുമ്മി, കൊടത്തി, വഞ്ചിപ്പാട്ട്, മംഗളം, ആ ഒരു ഓർഡറിൽ തന്നെ ഞങ്ങൾ കളിച്ചത്. എല്ലാവർക്കും അങ്ങനെ ഭയങ്കരമായിട്ട് കളിക്കാനൊന്നും അറിയില്ല, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കൂടെ കൂടി ഒരു രസം, ആ ഒരു ചടങ്ങ് ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ എന്താണ്, പറ്റുന്ന പോലെ എല്ലാവരും കൂടി കളിക്കുന്നു, ഒരു രസം, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ മംഗളത്തിന് മുമ്പ് വഞ്ചിപ്പാട്ടൂടെ പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ദശപുഷ്പങ്ങളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. ദശപുഷ്പമൊക്കെ പറിച്ച് നേരത്തെ വച്ചിരുന്നു. 2 ദശപുഷ്പം ഞങ്ങൾ ആദ്യം തന്നെ പൂത്തിരുവാതിര ഉള്ള കുട്ടിയുടെ, ശ്രീലക്ഷ്മിയുടെ
ഞങ്ങളിങ്ങനെ തലയിൽ വെച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ പോവും. അത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തൊരു ആചാരം അനുസരിച്ച് പാലച്ചോട്ടിയിൽ കൊണ്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരുവാതിരപ്പാട്ട് പാടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതൊന്നും അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു വിശ്വാസം ആ ഒരു രീതിയിലാണ് ചെയ്തതെല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരുവാതിര കളിച്ച് അങ്ങോട്ട് തന്നെ വന്ന് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വഞ്ചിപ്പാട്ട് പാടിയാണ് വന്നത്. അതൊരു ഓളമൊക്കെ ഉള്ള പാട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പൂത്തിരുവാതിരയുടെ ആ കുട്ടി ആവണിപ്പലകയിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് ദശപുഷ്പങ്ങൾ ഞങ്ങൾ വച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരും തന്നെ ദശപുഷ്പമൊക്കെ ചൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരുവാതിരപ്പാട്ടൊക്കെ പാടി പിന്നെ ഞങ്ങളെല്ലാവരും വെറ്റില മുറുക്കും. അതും രസമാണ്. വർഷത്തിലൊരിക്കൽ വെറ്റില മുറുക്കലുള്ളൂ. അങ്ങനെ പിന്നെ തിരുവാതിരയുടെ മാഹാത്മ്യം ഉള്ളൊരു പാട്ട് പാടി കളിക്കും. പിന്നെ അവസാനം മംഗളം പാടി ഞങ്ങൾ അവസാനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും പണ്ടത്തെ ഒരു ചടങ്ങൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പുഴയിൽ പോയി തുടിച്ചുകുളി ഉണ്ട്. അതിൻ്റെ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ എന്തൊക്കെയോ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പൂത്തിരുവാതിരയൊക്കെ ആഘോഷിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് നല്ല രസമൊക്കെ ആയിരുന്നു. രാത്രി ഞങ്ങളെല്ലാവരും കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ചു. പിന്നെ കൂവ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി, അതെല്ലാം കഴിച്ച് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കൂടി തമാശയൊക്കെ പറഞ്ഞ് തിരുവാതിരയൊക്കെ കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പൂത്തിരുവാതിര ചടങ്ങ് അതെല്ലാം കഴിഞ്ഞു.
കൃഷ്ണയോടതു ചൂടുന്നാടിലും വൈഷ്ണവ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ അമ്പലത്തിലെ ഉത്സവവും കഴിഞ്ഞു. ഞങ്ങൾക്കും തിരിച്ച് ഇങ്ങോട്ട് വരേണ്ട ടൈമായി. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ കുറച്ച് ഷോപ്പിംഗ്, അതുപോലെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഷോപ്പിംഗ്, പാക്കിംഗ് അങ്ങനെയൊക്കെ ആയി. പെട്ടെന്ന് തന്നെ വെക്കേഷൻ തീർന്നു, തിരിച്ചു വരേണ്ട ടൈമായി. പിന്നെ ഞാനങ്ങനെ വീഡിയോ പിന്നെ ഒന്നും എടുത്തില്ല. പിന്നെ ഷോപ്പിംഗ്, പാക്കിംഗ് ഇതൊക്കെ തന്നെയായിരുന്നു. സോ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം, അല്ലെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം. അതുവരെ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. സീ യു.